വാർത്തകൾ വിശദമായി നോക്കാം. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിൽ തുടർ നടപടികൾ തടഞ്ഞ് ഹൈക്കോടതി. CMRL ഹർജിയിൽ 2 മാസത്തേക്കാണ് തടഞ്ഞത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് CMRLനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നടപടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് SFIO റിപ്പോർട്ടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ തുടർ നടപടി എടുക്കാനുള്ള വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് വിചാരണ കോടതിയുടെ നടപടി എന്നാണ് അവർ ആ ഹർജിയിൽ വാദിച്ചിരുന്നത്. ഇതിലാണ് ഈ ഹൈക്കോടതിയുടെ നിർണായകമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്, ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ തൽസ്ഥിതി, അതായത് മാസപ്പടി കേസിൽ തൽസ്ഥിതി തുടരണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 2 മാസത്തേക്ക് നടപടികൾ പാടില്ല എന്നതാണ് കോടതിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത്. കൂടാതെ CMRL നൽകിയ ഈ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഗുരുതരം പ്രത്യാഘാതമുള്ള ഒരു കേസാണ് എന്നും കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതിയിലെ ഹർജികളിൽ നടപടിയാവുന്നത് വരെ തുടർ നടപടികൾ പാടില്ല എന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ അടക്കമുള്ളവർക്ക് സമൻസ് അയക്കുന്നതുൾപ്പെടെ നിർത്തിവെക്കണമെന്നും കോടതി നിർദ്ദേശിച്ചുവെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ SFIO റിപ്പോർട്ടിൽ കുറ്റം ചുമത്തിയത് ചോദ്യം ചെയ്താണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങളുടെ ഭാഗം കേട്ടിരുന്നില്ല, കേൾക്കാതെയാണ് വിചാരണ കോടതിയുടെ നടപടി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ CMRL ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 2 മാസത്തേക്ക് തുടർ നടപടികൾ പാടില്ല, തൽസ്ഥിതി തുടരണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കേസ് ഗുരുതര പ്രത്യാഘാതമുള്ള ഒരു കേസാണെന്നും നിരീക്ഷണം ഉണ്ടായി എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ CMRLനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു നടപടിയെന്നും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും 2 മാസത്തേക്ക് തുടർ നടപടികൾ പാടില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന്